പ്രിയമുള്ളവരെ, ഈ നാറികൾ പിണറായിയുടെ കാശ് വാങ്ങി പണിഞ്ഞതാണെന്ന് ഇതിൽ പരം ഒരു തെളിവ് വേണോ? മൂന്നാം പിണറായി സർക്കാരിന് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നതിനായി കേരളത്തിലെ കോൺഗ്രസിനെ ഈ മുതുകാളകൾ തൂക്കിവിറ്റു, അതിന്റെ അഡ്വാൻസ് ദുബൈയിൽ കൈപ്പറ്റി എന്ന് ITV ന്യൂസ് വെളിപ്പെടുത്തിയത് ശരിവെക്കുന്ന ശക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് തങ്ങൾക്ക് രാഹുലിനെതിരെ യാതൊരു പരാതിയുമില്ല എന്ന് കേക്കച്ചനും സംഘവും ഇറക്കിയ യുവതികൾ രേഖാമൂലം മൊഴി നൽകി. പ്രകാരം ഒരു മൊഴി പുറത്തു വരുമ്പോൾ അതെടുത്ത് ആഘോഷിക്കേണ്ടുന്ന, പ്രതിരോധിക്കേണ്ടുന്ന കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണ്ടോ തന്ത മരിച്ചവരെ പോലെ തലകുമ്പിട്ട് ഉത്തരം മുട്ടി നടക്കുകയാണ്. പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരുടെ ചങ്ക് കലങ്ങിപ്പോയി. എല്ലാവന്മാർക്കും ഉത്തരവുമില്ല, മുടിഞ്ഞ സങ്കടവുമാണ്. വെച്ച പണി പാളിപ്പോയല്ലോ ദൈവമേ എന്നോർത്ത്. ഇതിൽ പരം ഇവന്മാർ പണിഞ്ഞതാണെന്ന് ഒരു തെളിവ് വേണോ? ആരോപണം ഉന്നയിച്ചവരെ കടന്നാക്രമിക്കുവാനുള്ള ഒരു സുവർണാവസരം കിട്ടിയിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് മിണ്ടാട്ടമില്ല. ഇവന്മാരുടെ ഇപ്പോഴുള്ള ആകെയുള്ള പ്രശ്നം ഈ തരവഴിയെല്ലാം ആസൂത്രണം ചെയ്ത തങ്ങളുടെ കേക്കച്ചനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തകർ വലിച്ചു കീറുന്നു എന്നത് മാത്രമാണ്. അതിനെതിരെ പ്രവർത്തകർ പ്രതികരിക്കുന്നില്ല എന്നതാണ്. അവർക്കെങ്ങനെ ഈ ഒതുക്കീശനെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും? ഈ തന്തയ്ക്ക് പ്രക്കാഴികളെല്ലാം കാണിച്ച കേക്കച്ചനെ പ്രവർത്തകർ പൊങ്കാലയിടുന്നതിന് പകരം അടിച്ചു റൊട്ടുകയാക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അവർ ഇപ്പോഴും ആത്മസംയമനം പാലിക്കുന്നത് ഇയാൾ തെറ്റുതിരുത്തി രാഹുലിനെ എത്രയും വേഗം തിരികെ എടുക്കും എന്ന് പ്രതീക്ഷിച്ചു മാത്രമാണ്. വൈകുന്തോറും ഇവന്മാർക്ക് കൊടുക്കേണ്ടി വരുന്ന വില മൂന്നാമതും മൂഞ്ചി മൂലക്കിരിക്കേണ്ടി വരും എന്നതാണ്. ഇതറിഞ്ഞിട്ടും ഈ തേഞ്ഞ നിലപാട് തുടരുന്നതിൻ്റെ അർത്ഥം, പ്രവർത്തകരെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവന്മാർ ആകെ അങ്കലാപ്പിലാണ്. പിണറായിയുടെ കയ്യിൽ നിന്നും രാഹുലിനെ ഒതുക്കുവാൻ കോടികൾ അച്ചാരം വാങ്ങി ഇനി ഇവന്മാർ എന്തു പറയും എന്ന ആദിയാണ് ഇവന്മാർക്ക്. തിരികെ എടുത്താൽ പിണറായി കലിക്കും, എടുത്തില്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ വലിച്ചു കീറും. ഈ അവസ്ഥയിലാണ് ഈ മോന്മാർ. ഇവന്മാർ ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി ഇവന്മാരുടെ നാറിയ പ്രതികരണം കേൾക്കാം. ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ കാര്യമൊന്നും. ഇത് പ്രതിപക്ഷ നേതാവിനെയല്ലേ പറയുന്നത്, എന്നെ അല്ലല്ലോ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത്രയും കൂടി കടുപ്പിച്ചാലും കുഴപ്പമില്ല, എന്നെ അല്ലല്ലോ. ഇനി അരമനക്കുണ്ടൻ മെത്രാന്മാരുടെ ഗംഗണി കേക്കച്ചന്റെയും സരിദേശന്റെയും കളിപ്പാപ്പ പറയുന്നത് കേൾക്കുക. പ്രസിഡന്റ്, ഈ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഇത്ര സൈബർ അറ്റാക്കുകൾ ചോടാ, ഞാൻ എന്നാ പറയാനാ? കേക്കച്ചനോടോ കോവാലിനോടോ ചോദിച്ചിട്ട് പറയാം, അല്ലാതെ ഞാനിതിലൊക്കെ എന്നാ അഭിപ്രായം പറയാനാ? ഇനി കട്ടിലിനടിയിൽ നിന്നും ഉമ്മാക്കിയിൽ പിടിച്ചു വലിച്ച് നാട്ടുകാർ പുറത്തിട്ട് പോലീസുകാരെ ഏൽപ്പിച്ച കീച്ചപ്പൻ രാജ്മോഹൻ പറഞ്ഞത് കേൾക്കുക. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിങ്, അതിലെങ്കിൽ ഡിജിറ്റൽ ഗ്രൂപ്പ്, അവർക്ക് അനഭലഷണീയമായ പല പ്രവണതകളും വെച്ചു പുലർത്തുന്നു. അത് വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ മീഡിയ പരിപൂർണമായി കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും. ഇദ്ദേഹം ഇത്രയും കലിപ്പിക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? സൈബർ വിങ് ആണ് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ പുറത്തുവിട്ടത് എന്ന് കീച്ചപ്പൻ സ്വന്തമായി വിചാരിക്കുന്നു. കൈയെടുക്കാനേ കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് ഷാഫിക്ക് പറയുവാനുള്ളത് കേൾക്കാം. ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വേണം എല്ലാവരും പ്രവർത്തിക്കുന്ന, ഏറ്റവും ബൂത്ത് പ്രസിഡന്റ് മുതൽ KPC പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ആളുകളും പ്രവർത്തിക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു. അവനവൻ്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. ശരി, ഷാഫി സമ്മതിച്ചു.
ഇവന്മാരുടെ ഈ തരവഴികളെല്ലാം ഞങ്ങൾ മറന്നു കളയാം, മായ്ച്ചു കളയാം. പിണറായിക്ക് പിടിച്ചു വെച്ചു കൊടുക്കുന്ന ഈ കേക്കച്ചനും രമേശനും സരിതേശനും അരമനക്കുണ്ടനും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങളും പ്രവർത്തകരും വെറും പട്ടിപ്പണി എടുക്കുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആദ്യം ഇവന്മാർ രാഹുലിനെ തിരികെ എടുക്കട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ. അല്ല എങ്കിൽ ഇവന്മാരുടെ അടിത്തറ ജനങ്ങൾ തോണ്ടും കട്ടായം. നിങ്ങളുടെ പ്രവർത്തനം എങ്ങും എത്തുകയുമില്ല. ആദ്യം രാഹുലിനെ കളത്തിലിറക്കട്ടെ. മിഷൻ 60യുടെ 15ാം ദിനത്തിൽ ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ സാറേ ഇന്നുള്ളൊന്ന് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചത് രാഹുലിൻ്റെ കാര്യം പറയാനായി. ഈ സതീശൻ്റെ കുടുംബസ്വത്താണോ കേരളം കടൽ പോലെ ഇറങ്ങി വന്നാലും പിന്നെ അവൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ലെന്ന് പറയാന്? ഇവന് കുടുംബസ്വത്ത് കിട്ടിയ കാര്യമായിരിക്കും. ഇവന് നാണമുണ്ടോ? എല്ലാവരും പറയുന്ന തെറി ഇവനെ കേട്ടെ. ആ തെറി പറയാൻ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലാത്ത കാരണം ഞാൻ പറയുന്നില്ല. തെറ്റാ. അവന് ഈ 2 ആഴ്ചയായിട്ട് ഇവൻ എന്താ പിന്നെ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റുമായിട്ട് പിണറായി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പിണറായിക്ക് പറ്റുമോ? പിന്നെ എന്തിന് ആ കൊച്ചനെ ഇനിയും പിന്നെ ക്രൂശിക്കുന്നു? എന്താണെങ്കിലും സാറൊന്ന് ദൃഢമായിട്ടൊരു പ്രതിജ്ഞ എടുക്കണം. അവൻ്റെ കാര്യത്തിൽ ഒരു വിജയം വരുന്നിടം വരെ നിങ്ങൾക്ക് എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാകുകയില്ല. എനിക്ക് ആ കൊച്ചൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തൊരു നല്ല മോന്, അതിനെ ഇങ്ങനെ ആക്കിയല്ലോ അവര്. പിണറായിയുടെ മന്ത്രിസഭയിൽ നിന്ന് ആ കോടികളെല്ലാം ആദ്യം അടിച്ചിറക്കട്ടെ, എന്നിട്ട് ക്രൈംബ്രാഞ്ചിനെ വിടട്ടെ രാഹുലിനെ അന്വേഷിക്കാൻ. ഈ ക്രൈംബ്രാഞ്ച് പോയിട്ട് എന്ത് കൊണ്ടുവന്നു? കോൺഗ്രസ് ഈ പ്രാവശ്യം കൂടെ തോക്കാനുള്ള പണിയാ സതീശൻ എടുക്കുന്നത്. അവൻ ഈ കോലത്തിൽ മുന്നോട്ട് പോയാൽ രാഹുലിനെ അവനെ തിരിച്ചെടുത്ത് അവനെ അസംബ്ലിയിലും ഇതാക്കി അവന് അടുത്ത പ്രാവശ്യം സീറ്റും കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അധപ്പതനത്തിന്റെ അങ്ങേയറ്റമായിരിക്കുമെന്ന് സാർ ആ സതീശനോടൊന്ന് പറയണം. അമ്മ, ഇവൻ പറയുന്നത് ഇവന്റെ ആ ധാർഷ്ട്യം കണ്ടോ? ഇവൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. എന്റെ ബോധ്യവും എന്റെ ഉറപ്പുമാണ്. ഇവനാരാ? അതുണ്ടാകുന്ന നിശ്ചയമാ. അത് വേണ്ടി വരും. ഇവന്റെ ഈ സ്വഭാവത്തിന് ഇവൻ വനവാസത്തിന് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവൻ ഈ കോൺഗ്രസ് ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ഉള്ളതും കൂടെ നശിച്ചു പോവും. അത്രയ്ക്കൊരു നീചനവന്. അവനെ പറയേണ്ട ഭാഷകൾ ഇതൊന്നുമല്ല. ചെറ്റത്തരം കാണിക്കുന്നവന്. പിണറായി അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഇറങ്ങും. അതിന് ഈ കോൺഗ്രസ്സുകാരനായ ഇവര് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് 75 വയസ്സുണ്ട് സാറേ. ഞാൻ ഇന്ന് വരെയും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത് എനിക്കിപ്പം വയ്യായെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയുടെ കൂടെ വീട് കയറാനൊക്കെ പോകും. അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയെ. ഇവരിങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ഞാനൊരു പത്തനംതിട്ട ജില്ലക്കാരിയാ. എനിക്ക് പണ്ടത്തെ പോലെ ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ അടൂരി എന്ന് ബീനാമ്മയെ ഒന്ന് കണ്ട് എൻ്റെ രാഹുൽ മോനെ ഒന്ന് കണ്ടേന്. എനിക്ക് അത്രമാത്രം എൻ്റെ ഹൃദയത്തിന് വേദനയുണ്ട്. ഈ സതീശനോട് സാർ ഒരു വാക്ക് പറയണം. ഇത് പിൻവലിച്ചിട്ട് അല്ല അസംബ്ലിയിൽ രാഹുൽ വരണ്ടെന്ന് പറയാൻ എന്ത് അവകാശമാണ് ഇവനുള്ളത്? ഇവനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതല്ലേ, പിന്നെ ഇവൻ എന്നാ രാഹുൽ വരണ്ടെന്ന് പറയാൻ ഇവന് അവകാശം? ഇവന്റെ കുത്തകയാണോ അത്? ഇവനെ പോലെ തന്നെ രാഹുലിനും അവിടെ വരാനുള്ള അവകാശമില്ലേ? പൊതുജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതല്ലേ രാഹുലിനെ? എനിക്ക് രാഹുലിന്റെ കാര്യത്തെപ്പറ്റി ഓർക്കും ഭയങ്കര സങ്കടം. രാഹുൽ ഗാന്ധി എൻ്റെ മോനാന്ന് പറയും. ഞാൻ എല്ലാവരും എന്നെ കളിയാക്കും, മോൻ വിളിച്ചായിരുന്നെന്നും ചോദിച്ച്. അതുപോലെ ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന ആ നന്മയ്ക്ക് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. രാഹുലിന് വേണ്ടി സാർ എനിക്ക് പറയാനുള്ളത് ആ പിണറായിയിൽ നിന്നും ഈ സതീശിൽ നിന്നും ഒക്കെ അവനെ ഒന്ന് രക്ഷിച്ച് അവന് തിരികെ വരാനുള്ള ഒരവസരം കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും. ഹലോ, കറയച്ചാലിന്ന് വാവറ്റെന്ന് പറയുന്ന ഒരാളാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഈ സതീശൻ ദുബായിൽ പോയി നമ്മുടെ പിണറായിയുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് ഈ പാവം ചെറുക്കന് സതീശന്റെ കയ്യിൽ എന്നാ തെളിവാണുള്ളത്? സതീശന് ഇങ്ങനെ ആരോ വന്ന് പറഞ്ഞു ആ കേക്ക് മുറിക്കുന്ന സമയം നിങ്ങൾ കണ്ടില്ലേ? എന്താ അതിനകത്ത് പുള്ളിയുടെ ആ ഒരു രീതി? വെറും ചുമ്മാ എന്നിട്ട് കടൽ പോലെ ഇളകി വന്ന് ഈ കേരളം മുഴുവൻ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇതിൽ തന്നെ ബോധ്യത്തിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ ഇവന്റെ എന്നാ ക്ലാപ്പാ ഉള്ളത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇവന്റെ മോളും അവന്റെ അവിടെ അപ്പനും
അപ്പൊ ഇവർ തമ്മിൽ ചെയ്ത പരിപാടിക്ക് രാഹുലിന്റെ മണ്ടയിലോട്ട് കെട്ടിവെച്ചിട്ട് ഇവൻ രക്ഷപ്പെടാനായിട്ടാണോ ഇവൻ ശ്രമിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിലെ ജനങ്ങളല്ല വെറും മണ്ടന്മാരും ബുദ്ധിഹീനന്മാരുമാണോ? ഈ പിണറായിയുടെ വലിച്ചുവാക്കാൻ പോയ ഇവന് അവിടെ അവന്റെ ഓണസദ്യക്ക് ഈ 150 രൂപയുടെ ഓണസദ്യ ഉണ്ടാകാനായിട്ട് ഇവൻ അവിടെ പോകേണ്ട കാര്യമുണ്ടോ? ഇവൻ ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടി മുഴുവൻ ഈ കേരള ജനതകളെ മുഴുവൻ, കേരളത്തിലെ പ്രബുദ്ധരായ ജനതകളെ മുഴുവൻ വെറും കുഞ്ഞാന്മാരാക്കിക്കൊണ്ട് ചെയ്യുന്ന പണിയാണ് ഈ സതീശൻ ചെയ്യുന്നത്. അതിന് രമേശനും മറ്റേ ആലപ്പുഴ ഗോപാലനും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവനെ ഒന്നും അടുത്ത പ്രാവശ്യം ഇവിടെ എങ്ങും കേട്ടതില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാഹുൽ എന്ത് തെറ്റ് ചെയ്തോട്ടെ. കാരണം ഈ ആണും പെണ്ണും പണ്ട് നമ്മുടെ ഈ നയനാട് പറഞ്ഞായിരുന്നല്ലോ, ഈ ശാന്തമ്മ എവിടാ നമ്മുടെ ഈ കാശ്മീരിൽ നിന്ന് വന്ന ഒരു ശാന്തമ്മ എന്ന് പറയുന്ന പുള്ളി, ഇവിടെ ശാന്തമ്മ എന്നാ പേര് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഇതെല്ലാം നടക്കുമെന്നാണ് പുള്ളി പറയുന്നത്. പണ്ട് ഈ പുള്ളി എന്ന് പറഞ്ഞതിനോട് പെണ്ണുള്ളതെല്ലാം പെൺപാടി നടക്കുമെന്ന്. ഈ പെണ്ണുങ്ങളെ മനഃപൂർവ്വം ഈ ഉയർന്നു വന്ന ഈ ചെറുക്കനെ മോശക്കാരനാക്കി അവനെ ഇവരുടെ ഇതിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ഈ സതീശന്റെ വീട്ടിൽ കയറി എന്തെങ്കിലും പണിയെടുത്തിട്ടാണോ ഈ രാഹുലിനെ ഇത്രമേൽ ഇതിനോടുകൂടി എന്ത് പ്രഷറോടുകൂടിയാണ് ഈ സതീശൻ പറയുന്നത്? അപ്പൊ ഇവന്റെ വീട്ടിലാണോ ഇവൻ കയറിയ പണിയെടുത്തത്? അതല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊന്നും ഈ സതീശനും രമേശനും ഈ ആലപ്പുഴ ഗോപാലനും ഇവരെല്ലാം കൂടി ഈ പിള്ളേരെ എല്ലാം കൂടെ അമർച്ച ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടും. ഞങ്ങളിങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക. ഈ പിണറായിയെ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയിലോട്ട് ഇത് പിന്നെ ചുമ്മാതെ അങ്ങ് വെച്ച് തരും. അന്നേരം പിന്നെ ഈ പിള്ളേരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് വീഴ്ചെടുക്കാം എന്നുള്ള ധാരണയിൽ യുവമാർ ചെയ്യുന്ന പണിയാണിത്. സത്യത്തിൽ ഞാൻ പറയാമല്ലോ, ഈ രാഹുൽ ഇനി എന്ത് തെറ്റ് ചെയ്താലും അതൊരു തെറ്റല്ല. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഈ ഉയർന്നു വന്ന ഈ നേതാവിന്, ഈ സെലിബ്രിറ്റി പോലെ വന്ന ഇവന് അങ്ങ് എല്ലാവർക്കും കൂടി അങ്ങ് ഉപയോഗിച്ചുകൊണ്ട് പാവം വിചാരിച്ച് ഇവരൊക്കെ ചെയ്ത ഒരു പണി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് നടി, എവിടുത്തെ നടി? ഇവളൊന്ന് നടിമാരാണോ? നാട്ടുകാർക്കെല്ലാം കൂടെ ഇങ്ങനെ ഈ വിളമ്പി കൊടുക്കുന്ന ഇവളൊന്ന് നടിമാരാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഐറ്റുമായി സുനിൽ സാറെ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ചെയ്യുന്ന പണി ഒരു പുണ്യപ്രവൃത്തിയാണ്. ഈ നാടിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഈ നൈറ്റ് ഇട്ട പൂച്ചാണ്ടികൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞത് നൈറ്റ് ഇട്ട പൂച്ചാണ്ടികളെ നമ്മുടെ ഇവിടെ നമ്മളൊക്കെ ആർക്കെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ കഴിയുമോ? നമ്മളെല്ലാം ചുമ്മാ ഇങ്ങനെ ഇതാക്കി യുവമാരെല്ലാം കൂടി ഇവനും ഈ സതീശൻ എന്ന വിശുദ്ധനാ, അവനങ്ങോട്ട് ഈ സുവിശേഷ ഭാഗ്യങ്ങളും അവൻ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ ഇവന് അങ്ങ് നമ്മുടെ പെട്രോമാരെന്നങ്ങ് പുളകിതരാകുകയാണ്. ക്ലിനീസും മറ്റവരും ഇവരും എല്ലാം കൂടെ എന്തോ പുളകിതര്. ഇത് ചുമ്മാ ഇവൻ വെറും ഈ സതീശൻ എന്ന് പറയുന്നവൻ വെറും ഇവന്റെ ഹിസ്റ്ററി എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കുകയാണ് ഏറ്റവും നന്നായിരിക്കും. എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. ഏതാനും ദൈവാനുഗ്രഹത്താല് ഈ ചെറുക്കൻ എന്തെങ്കിലും ഒരു തെറ്റ് ആർക്കാ മോഹമില്ലാത്ത ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മളെല്ലാം ഈ ടീനേജിൽ കൂടെ വളർന്നു വന്ന പിള്ളേരുണ്ട്. ഈ നമുക്കൊക്കെ എനിക്ക് 72 വയസ്സുണ്ട്. ഞാൻ അതാണ് ഈ പറയുന്നത്. 72 വയസ്സുള്ള പക്ഷേ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു വന്ന് എനിക്ക് 3 ആൺമക്കളാ. അവന്മാരെ ഇഷ്ടത്തിനനുസരിച്ച് പോയി പെണ്ണും കെട്ടി കല്യാണം കഴിച്ചു വന്നവന്മാർ അവന്മാർ ബാംഗ്ലൂരിലും അവിടെ ഇവിടെയും ഗൾഫിലും ഒക്കെ ആയിട്ട്. ഞാൻ പറയുന്നത്. അപ്പൊ പിള്ളേരുടെ അവരുടെ ഇതുണ്ട് അവർക്ക് അവരെയും കൊണ്ട് അവരുമായിട്ട് യോജിക്കുന്നവരുമായിട്ട് അവർ പോയി ഈ പയ്യൻ കെട്ടുപോതായിക്കോട്ടെ ഇനി എന്തായിക്കോട്ടെ, എന്നിട്ട് ഒടുവിൽ ഒരുത്തനെ മാത്രം ഗർഭം ധരിച്ചു കഴിയുമ്പം അവന്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് അവനിട്ട് പണി. എവിടെ ആർക്ക് ഗർഭം? ആരുടെയും ഗർഭം അന്വേഷിക്കാൻ ഇതുവരെയും പിണറായി കഴിഞ്ഞില്ലല്ലോ. ഈ പിണറായി എന്ന് പറയുന്ന ഇവനെ പോലെ നികൃഷ്ട ജീവി, ഇവൻ ഈ ലോകത്തിന് ഒരിക്കലും ഇവൻ ജന്മം ധരിക്കാൻ പോലും പറ്റാത്തവൻ, സാത്താന്റെ സന്തതി. ഇവനെ എവിടെ വെച്ച് കണ്ടാലും അവനെ ശരിയാക്കി കൊടുക്കേണ്ടവനാണ് ഇവനെ. ഈ പ്രബുദ്ധ കേരളത്തിലെ ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രബുദ്ധ കേരള സാഹിത്യകാരും ഏകതിരും ഈ സ്ത്രീകളും അമ്മമാരും 75-80 വയസ്സുള്ള അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവൻ ഈ ഭൂമുഖത്തിനെയും ജീവിച്ചിരിക്കരുത്, ഇവനെ അവിടുന്ന് തന്നെ ഇവനെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവൻ ഉരുകി തീരണം. ഈ പിണറായി
ഇവന്റെ കൂടെ നടക്കുന്ന കുറെ അന്നന്മാരും. ഇത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഈ സേവ് കേരള എന്ന് പറയുന്ന ഈ പരിപാടിയിൽ കൂടി സാറേ ഇവരെ നമുക്ക് ഈ നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രയത്നിച്ച് ആ ബീഹാറിലൊക്കെ കിടന്ന് ഈ പണിയെടുത്ത് ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആ മനുഷ്യന്റെ പേര് പോലും സ്വീകരിച്ചിരിക്കുന്ന ഈ രാഹുലിനെ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കണം. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പേരും കൂടെ ഒപ്പിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ രാഹുലിനെ ഈ പാലക്കാട് കൊണ്ടുപോയി ഇവനൊക്കെ ആര് പ്രതിനിധിച്ചാലും വേണ്ടില്ല അവിടെ കൊണ്ടുവന്ന് ഇവന്റെ ജൂറിഡിക്ഷനിലാണല്ലോ പാലക്കാട് മണ്ഡലം, ഇവനാണല്ലോ അവിടെ വേണ്ടത്, ഇവൻ അതിനുവേണ്ടി ചെയ്യണമല്ലോ. അതിനുവേണ്ടി ആ പാലക്കാട് ജനങ്ങളെ മുഴുവൻ നമ്മൾ അണിനിരത്തിക്കൊണ്ട് നമുക്ക് ഇവനെ രക്ഷപ്പെടുത്തി ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം ഞാൻ ചോദിക്കുന്നത് ആണും പെണ്ണും ഇതിവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഒരാളെ മുക്കാന് അല്ലെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ഈ പെണ്ണുങ്ങൾ നിർവഹിച്ചാൽ കഴിയും. ഞാൻ ചോദിച്ചില്ല ഭീമാ നായർ, എനിക്ക് മറ്റേ അവരെയൊക്കെ അവർ പറയുന്ന സത്യമല്ലേ? സത്യമല്ലേ? എന്നിട്ട് ഈ ഉസ്മാനൊക്കെ ഉണ്ടല്ലോ, എന്തോ ആലപ്പുഴക്കാരി മറ്റേ ഷാനിമോൾ ഉസ്മാൻ, അവർക്കൊക്കെ വേണ്ടി ഈ നമ്മുടെ ഈ ബിജു തോമസിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒക്കെ അഹോരാർത്ഥം പ്രവർത്തിച്ച ഈ ചെറുക്കനെ ഇവനാണ് ഈ കേരളത്തിൽ ഈ കോൺഗ്രസിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നവരെ. എന്നിട്ടാണ് ഈ സതീശൻ ഇവനെ അവസാനം മുക്കിക്കളയാനായിട്ട് സതീശന്റെ വീട്ടിൽ കയറി പണി ചെയ്യാണ്ട് ഇവൻ ചെയ്തെന്നുള്ള ധാരണയിലാണ് സതീശന്റെ ഒരു ചിന്ത ഇപ്പോഴത്തെ. എനിക്കറിയത്തില്ല സതീശന്റെ വീട്ടിൽ പെമ്പിളാരായിരുന്നു കൊണ്ടുവന്നത്. ഇതാണ് ഈ സതീശ് രമേശിനെയും സതീശ അങ്കിളുടെ കസേരയും എടുത്തോളാം എന്നൊരു ഒരു പരസ്യമുണ്ടല്ലോ, ഒരു ചിന്തിച്ച് ചോദിക്കുന്നത്. ഇതാണ് ഇവന്റെയൊക്കെ പണി. ഈ സതീശനെ പറവൂര് തോപ്പിച്ച് അവനെ തുന്നം പാലിച്ചു വന്നു. ഈ രമേശനെ അവിടെ ചെന്നിത്തല ഒരിക്കലും അവൻ കയറി വരാൻ പാടില്ല. ഇവരെയൊക്കെ കളഞ്ഞിട്ട് ഈ ഷാഫിയെയും രാഹുലിനെയും ഈ ഇങ്ങനെയുള്ള ഇവനെയും ഒക്കെ കൂടി പിള്ളേരെ കൂട്ടി ഈ കേരളത്തിലിവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അതിനുവേണ്ടി എന്ത് ത്യാഗവും വേണേൽ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ സാറേ, നമസ്തേ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുക, എഴുമിറ്റൂന്ന്. എൻ്റെ പേര് കെ സി കുട്ടപ്പൻ. ഞാൻ ജാങ്കൂൾ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാങ്കൂട്ടം പോയി അടിയന്തരമായിട്ട് അസംബ്ലി കൂടുമ്പോൾ പോകണം. സതീശനാരാ? അവൻ്റെ കുടുംബത്തോട്ടാണ് ഇത്. സതീശനാരാ? കോൺഗ്രസിനെ നശിപ്പിക്കാൻ നടക്കുന്നവന്മാർ. ഈ ചെറുപ്പക്കാർ 3-4 പേര് വന്നപ്പോഴേ കോൺഗ്രസ് ഇത്രയും ശക്തമായിട്ട് കയറി വന്ന് പിണറായി വിജയന്റെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് കുമാർ ചെയ്തല്ലേ. മുഖ്യമന്ത്രി വരെ ആകാൻ കഴിവുള്ളവനാ ഷാപ്പി മാങ്കൂട്ടവും. അത് ഇല്ലാതാക്കാനല്ലേ ഇവർ നോക്കുന്നത്. ഒരു കാരണവശാലും അത് അനുഭവിക്കാൻ പറ്റുന്നതല്ല. സതീശന്റെ വീട്ടിലെ കുടുംബത്വത്തൊന്നും അല്ല ഇത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയാ, അല്ലാതെ സതീശന്റെ കുടുംബത്വത്തൊന്നും അല്ല. ഒരു കാരണവശാലും സതീശൻ പറയുന്ന കേൾക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ടും ജനങ്ങൾ ആരുടെ കൂടാ? ജനങ്ങൾ മാങ്കൂട്ടത്തിനല്ല ഇപ്പൊ വൻ സപ്പോർട്ട്. അതുകൊണ്ട് മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് നിങ്ങളെല്ലാം കൊടുക്കണം. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സാർ, ഞാൻ മാങ്കൂട്ടം സ്ഥലത്തുനിന്ന് വിടി സതീശൻ സാറിന്റെ ഒരു കമന്റ് കേട്ടിട്ട് ഞാൻ അതിനൊരു മറുപടി ആയിട്ട് സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടികൾ തമ്മിൽ ഇങ്ങനെ ആഹാരമൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പട്ടിയൊന്ന് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് തമ്മിൽ കരിപിടി ഉണ്ടാകും. അതുപോലെ പുള്ളി ഈ ചില ഈ വിഷയങ്ങൾ വന്നല്ലോ, അതിനകത്ത് തന്നെ ഇപ്പൊ വേറെന്തെങ്കിലും പുള്ളിയുടെ കയ്യിലിരുന്ന എന്തെങ്കിലും വേറെ ആരെങ്കിലും തട്ടിയെടുക്കാനായിട്ട് വന്നതിന്റെ ഒരു വിഷയത്തിന്റെ പേരിലാണ് പുള്ളി എടുത്ത നിലപാടിന് വേറൊരു മാറ്റവും ഇല്ലാന്ന് പറയുന്നതിന്റെ പേര് അറിയാൻ വയ്യാത്തൊരവസ്ഥയല്ല പുള്ളി ഈ സംസാരിക്കുന്നത്. അറിയാൻ മേല. കാരണം അങ്ങനെയാണ് സാധാരണ ഈ അതായത് നിലവിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ മാതിരി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന. കാരണം പ്രതിപക്ഷത്തെ പോലും ഇല്ലാത്ത ഒരു പ്രകോപനവും ആ രീതിയിലുള്ള ഈ പ്രസ്താവനയും കണ്ടു കഴിഞ്ഞാൽ ഇതിനപ്പുറം പിന്നെ വേറെന്താ പുള്ളിയുടെ ഈ നിലപാടുകൾ. കാരണം പാർട്ടിയെ ഇത്രയും ശക്തമായി കൊണ്ടുപോയിട്ടിരിക്കുന്ന ഒരു യുവതലമുറ അല്ലെങ്കിൽ ഈ ഇമാതിരി നിൽക്കുന്ന നേതാക്കൾക്കെതിരെ പുള്ളി ഇത്രമാത്രം രക്തം തിളക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മാതിരിയുള്ള പ്രസ്താവനകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനപ്പുറം വേറെ എന്താ നമുക്ക് പറയുന്നു. കൊല്ലത്തുനിന്ന് ബാബു. സാർ, ഈ മാമാങ്കം കളി ഈ സതീശനെന്തുവാ ഈ കട്ടായം പിടിക്കുന്നത്? അവനാരും കൊടുത്ത് അതിന് അധികാരം? ഇവനാരാ ഇവിടെ ആരെയും പഠിപ്പിയൊക്കെ പറയാൻ? പൊതുജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഈ വായി നോക്കികളൊക്കെ MLA മന്ത്രിയൊക്കെ ആവുന്നത്.
എത്ര പെണ്ണുപിടിയന്മാരിരിക്കുന്നു. അവൻ അതിനെപ്പറ്റി കുറയ്ക്കേണ്ടതല്ല. ചെറുപ്പക്കാരാകുമ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും വരും. ഇവിടെ വയസ്സന്മാർ പെണ്ണ് പിടിച്ചിട്ട് ജാമ്യം പിടിച്ച് മന്ത്രിയായിട്ടിരിക്കുന്നില്ലേ? എത്ര എണ്ണം ഇരിക്കുന്നു? ഈ നാട് പറയുന്നത് എന്തുവാ? ഞാൻ പിടിക്കുന്ന ഒറ്റ എന്തരേ ഉള്ളത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ആ ഗർഭവും കൂടെ അവനെ കേൾക്കട്ടെ. അത്ര തൻ്റെയുള്ള മോനാണെങ്കിൽ ആ 3 ഗർഭം അവൻ പറഞ്ഞല്ല അവനല്ലേ കൊണ്ടുവച്ചത്, അവനല്ലേ കേക്ക് മുറിച്ചു കൊടുത്തത്. അവളെയൊക്കെ ഗർഭം ഇവനങ്ങ് കേൾക്കട്ടെ. അത്ര തൻ്റെയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പന്ന റാസ്കല്. ഇവനാണോ കോൺഗ്രസ് ഉണ്ടാക്കിയത്? ഞങ്ങളെയൊക്കെ അച്ഛനൊക്കെ കഷ്ടപ്പെട്ടിട്ടായി കോൺഗ്രസ് ഉണ്ടാക്കിയത്. എന്നിട്ടായവന്മാര് വടിവീരന്മാര് കോപ്പ് വിട്ടാണ് നടക്കുന്നത്. പന്ന റാസ്കലുകൾ. ഇവനാര്? പാലക്കാട് പോയിരിക്കുന്നു. അവന്റെ മറ്റടുത്ത് പോയിക്കത്തേ ഉള്ളൂ. പാലക്കാട് വന്നാൽ അവന്റെ മറ്റേ അടുത്തേക്ക് പെണ്ണുങ്ങളിഞ്ഞ് വിടും. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉണ്ടാകും മറ്റേ കത്തി ഉണ്ടല്ലേ, അത് വെച്ച് വെട്ടിഞ്ഞ് വിടുവാന്. അവൻ കളിക്കുന്ന കളി ഇവൻ മുഖേന ഇവിടെ കോൺഗ്രസ്സുകാർ വന്നാലും ശരി. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലുള്ള ആപ്പ ഇവന്റെ കണക്കുള്ള കോൺഗ്രസ് അല്ല. സ്വാതന്ത്ര്യം മേടിച്ചാൽ ഒരുത്തന്റെ മകനാണ് നിങ്ങൾ. ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങളെ കുടുംബം ആകപ്പാട് സാറുമാറായ ഏറ്റവും അവപ്പകനും വന്നിട്ട് ഇവനൊക്കെ കളിക്കുക. ഈ 3 ഗർഭക്കാർ വന്നല്ലേ, ആ 3 ഗർഭം അവൻ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ അതങ്ങ് ഏറ്റെടുക്കരുത്. അത് എല്ലാം ഏറ്റെടുക്കാൻ നിൽക്കുന്നു. എങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ആ 3 എണ്ണം അങ്ങ് ഏറ്റെടുക്കരുത്. കേക്ക് മുറിച്ച് കൊടുത്തവളും അല്ലാതെ എല്ലാത്തിനും തിരിച്ചെടുത്ത് കൊടുക്കണം. അതെന്റെ ഗൾഫ് ഹൗസ് ഇട്ടിട്ട് കണ്ടോൺമെന്റ് ഹൗസ് വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തിനാ? ഈ ഗർഭം ഏറ്റെടുക്കാനാണോ അതോ ഗർഭം ഉണ്ടാക്കാനാണോ? ഇവിടെ ചമ്മള് ആക്കിയിട്ട് അവൻ ദുബൈയിൽ പോയിരിക്കുന്നത്. ഏതാണ്ട് വ്യഭിചാരികളെ കൊണ്ടുപോകുന്ന കേന്ദ്രത്തിൽ. ഇപ്പം ഇവിടെ കാശ് അടിച്ച് പിണറായി വിജയൻ സാറിൻ്റെ കാശും അടിച്ച് മാറ്റിക്കൊണ്ട് പോയിരിക്കല്ലേ കൊണ്ടിടാൻ. സങ്കടമുണ്ട്. ഇതിനെ നശിപ്പിക്കുന്ന ആ മൊത്തം ഉത്തരവാദിത്വം ഇവനായിരിക്കും. ഇവനും ഈ KC വേണുഗോപാലും ഈ രമേശ് ഇത്രയും പന്നലാന്ന് നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു. ഇവനൊക്കെ വീട്ടിൽ പോയിരിക്കാൻ പറയാം. 73 വയസ്സുണ്ട്. ഒരു മുകേഷ് ഇരിക്കുന്നു. എന്നോടൊപ്പം പ്രായമുണ്ട്. 73 വയസ്സുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലടുത്തോ എനിക്കറിയാവുന്നത്. അതിനൊന്നും ഇവന് പ്രതികാരമില്ല. എന്തെല്ലാം ചാൻസ് ഉണ്ടായിരുന്നു ഈ മന്ത്രിസഭ മറിച്ചിട്ട്. ആ സ്വർണം കേസ് വന്നപ്പോ ഇവൻ എന്തോ വിഴുങ്ങിക്കൊണ്ടിരുന്നത്. അവന്റെ ചിങ്കിട്ടം കിട്ടി അവന്. അന്ന് ഈ നിലപാടില്ല. അതുപോലെ ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ ഇവന്മാര് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സെക്രട്ടേറിയറ്റ് മൊത്തം തൂറി നാട്ടിച്ചപ്പോൾ ഇവന് നിലപാടില്ലായിരുന്നു. തൂറി നശിപ്പിച്ചപ്പോ ഇവന് നിലപാടില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയെ പൊക്കണമായിരുന്നു, കളയണമായിരുന്നു. ആ പാവപ്പെട്ടവൻ എല്ലാം സത്യം വന്ന് മനസ്സിലാക്കിയിട്ട് ആ പാവപ്പെട്ടവൻ മരിച്ചത്. ചെന്നൈയിൽ മോഹൻസി ചെന്നൈ സാർ നമ്മുടെ രാഹുൽ സാറിനെ അയക്കണം സാർ. ഒന്ന് റെഡിയാക്കണ സാർ. എന്തൊരു ഇതാ, നാണം കെട്ട് നാശമായിരിക്കണം സാർ. എന്താണ് സാർ ആ രാഹുൽ എന്ത് പാവമാണ് ചെയ്തത്? അവൻ ചെറുപ്പക്കാരന് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവന്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാനും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ ഇന്ന് കണ്ടുകൊണ്ട് പറയുകയാണ്. ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഞാനിപ്പോൾ ഒരു ഭാഗത്തിനായത് കാരണം ഞാൻ പിന്നെ അതിൽ നിന്നല്ല നമ്മൾ പിന്മാറിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് അത് ചെറുപ്പക്കാരനാണ്. എന്ത് തെറ്റുകളും സംഭവിക്കാം. ആ പ്രായത്തിനനുസരിച്ചുള്ള തെറ്റുകൾ സംഭവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ഇതുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും അന്വേഷിക്കാതെ കണ്ടും അല്ലെ ഒരു ഇതും ചെയ്യാതെ കണ്ട് അദ്ദേഹം എന്താണ് അവർ കൂടെ ഉള്ളവർ തന്നെ അങ്ങനെയുള്ള രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യം. ഞാൻ ഒരുപാട് നാളുണ്ട് സാറിന് എനിക്ക് വളരെ ഇഷ്ടമാണ് സാറിന്റെ ഈ ആറ്റിറ്റ്യൂഡും ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാട് ലൈക്ക് അടിക്കുന്ന ആളാണ്. ഈ നിലപാട് അതായത് ഈ സതീശൻ പറയുവാണ് സഭയിൽ കയറരുതെന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു എന്നോട്? സാർ ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. എന്താണ് അതിന്റെ റീസൺ? എന്താണ് അതിന്റെ റീസൺ? എന്തുകൊണ്ട് വരാൻ പറ്റത്തില്ല? രാഹുൽ വന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരനാണ്. ഈ സത്യം പറഞ്ഞാൽ ഇനിയും ആ ഒരു കോൺഗ്രസ് പക്ഷെ ഞാൻ അന്ന് മുതൽ ഇന്നും ഞാൻ അത്രത്തോളം സ്നേഹിക്കുകയും അത്രത്തോളം വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് ജയിക്കുന്നോ തോൽക്കുന്നോ അല്ല ഭരിക്കുന്നോ എന്നുള്ളതല്ല സാർ. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അല്ലെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള നമ്മുടെ മാത്യു കൊഴുന്നാൻ ഇവർ അങ്ങനെയുള്ള ലൈനിലുള്ള എല്ലാ ഈ ചെറുപ്പക്കാർ വരണം സാർ. ഈ പുതിയ ആൾക്കാർ വന്ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. കാരണം ഈ പിണറായി എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അത് ഒരു പ്രായത്തിന് മൂത്തതായതുകൊണ്ട് ഞാനൊരു ഇത് കൊടുക്കുന്നതേ ഉള്ളൂ. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ വിളിച്ചു പറയും. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് CPM-ന്റെ. അപ്പം ഞാൻ അവരോട് കളിയാക്കി. അവന്മാരെ ഇപ്പം എന്നോട് പറയുന്നുണ്ട് ഒന്നും പറയാതെ നാണക്കേടായി പോയി, എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന്. അത്രത്തോളം വെറുക്കുന്ന ഒരു മനുഷ്യനെ ഇത്രയും സപ്പോർട്ട് ഇതായിട്ട് ചെയ്തുകൊണ്ട് ഒരു കൊച്ചു ചെറുക്കൻ, ഒരു 30-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രത്തോളം ഒരു ഇതിൽ എന്താണ് തെറ്റ് കാണിച്ചത്? അതിന് എന്തെല്ലാം ന്യായങ്ങളുണ്ട്. ഇപ്പം 6 വേണേന് വോയിസ് മെസ്സേജ് ഇത് ചെയ്യാൻ പറ്റും.
ഇത് ഒന്നും വേണ്ട. ഇവളന്മാരൊക്കെ ഈ 3 വർഷം എന്റെ വായു വല്ലാതെ ഇതൊക്കെ വരുന്നത്. ഈ 3 വർഷമൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? ഈ ഇലക്ഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് യുവമാർ എവിടുന്നാണ് ഈ പെണ്ണുങ്ങളെ പോയിക്കൊണ്ട് വന്ന് ഓരോന്നിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്? അതുകൊണ്ട് ഞാനും കണ്ടു സാർ ഈ കേക്ക് മുറിച്ച് കൊടുക്കുന്നതൊക്കെ. ഞാനിപ്പം സതീശൻ സാറിനോട് എനിക്ക് ഒരുപാട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കേൾക്കുന്ന കേൾവികൾ, അതായത് നമ്മുടെ എത്രയോ പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സഹോദരികളും ഒക്കെ പറഞ്ഞു ഒരുപാട് സാർ എന്റെ സത്യം എന്നെ നെഞ്ച് പൊട്ടുവാണ്. കാരണം രാഹുൽ എന്ന് പറഞ്ഞ ആ വ്യക്തി എന്ത് സ്മാർട്ട്നെസ്, എന്ത് ഹാൻസം ആണ്, എന്ത് സൂപ്പർ, എന്ത് സ്മൈല്, എന്ത് ഒരു ആറ്റിറ്റ്യൂഡ്. ഓരോരുത്തരും ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല, അറിയോ? അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടെ മുന്നിൽ അത്രത്തോളം ഒരു ചെറുപ്പക്കാരൻ അത്രത്തോളം ഒരു വലിയൊരു പൊസിഷനിൽ എത്തുന്നത് കണ്ണിക്കടിയാണ് സാർ. ഇതിന്റെ കണ്ണിക്കടിയാണ്, അല്ലാതെ ഒന്നുമല്ല. ഞങ്ങളിവിടെ പെരുമ്പട്ടിന്നാ വിളിക്കുന്നത്. പേരെന്റെ ഉഷ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എടുത്ത കേസ് മുഴുവൻ കള്ളത്തരമാണ്. സതീശൻ സാറായി ഇതിന്റെ ആള്. സാറേ, ഞങ്ങളെല്ലാം വോട്ട് ചെയ്യാനിരിക്കുക. ഈ പ്രാവശ്യം അവര് കയറിയേനേമായിരുന്നു. പക്ഷെ ഇപ്പൊ മനുഷ്യരെല്ലാം തിരിയുക, വോട്ടിനും ചെയ്യത്തില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം അത് തീരുമാനിച്ചില്ല എങ്കിൽ നമ്മുടെ ഇവിടെ കോൺഗ്രസ് തോക്കാൻ വലിയ ഇതുണ്ട്. ആരും വോട്ട് ചെയ്യല. ഞങ്ങളൊരു 100 വോട്ടോളം ഞങ്ങൾക്ക് അടുത്തുള്ളതാണ്. ഞങ്ങൾ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടോ ആ ഷാഫി പറമ്പിലും ഒക്കെ കയറി നല്ല പിള്ളേരല്ലേ അതുങ്ങളെ. സതീശൻ സാർ ഒറ്റ ഒരാളാ ഇതിന്റെ അകം മുന്നിൽ നിൽക്കുന്നത്. സതീശൻ സാറിനോട് പറയണം നമ്മുടെ പാർട്ടി വിജയിക്കാൻ വേണ്ടി അവരെ ചുമ്മാതെ കള്ളക്കേസിൽ ഇതാക്കാതെ സാറിനോട് പറയണം അവർക്ക് വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറയണം. ആ കൊച്ചൊരു പാവം ചെറുക്കനാണ്. രാഹുൽ മാങ്കൂട്ടം കയറിയപ്പം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. നമ്മുടെ പാർട്ടി കയറുമല്ലോ, നമ്മുടെ നാട് നന്നാകുമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇരുന്നതാ. ഞങ്ങൾക്കെല്ലാം വലിയ പശ്ചാത്താപത്തിലിരിക്കുക. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാറേ, എങ്ങനെങ്കിലും ആ കൊച്ചിനെ കൊണ്ടുവരാൻ നോക്കണേ. നമ്മുടെ ഈ പാർട്ടി ഒന്ന് നേരെ വരട്ടെ. നമ്മുടെ നാടൊന്ന് നന്നാകട്ടെ സാറേ, നമ്മുടെ നാടൊന്ന് നന്നാകട്ടെ. ഇത്രയും കാലം ഈ അനുഭവിക്കുന്ന ദുരിതമൊക്കെ കണ്ടില്ലേ ആ കൊച്ചിന്? തുടങ്ങിയപ്പോ മുതൽ ഇവിടെ എല്ലാവർക്കും തലവേദനയാ. അത്രയ്ക്ക് ഭയങ്കര കാര്യമായിരുന്നു അതിന്. നമുക്കറിയാവുന്ന ഒരു പയ്യൻ അടൂര്, അതിന്റെ അമ്മ വീട്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളെയൊക്കെ അവിടെ കെട്ടിച്ചിരിക്കുന്നത്. എന്ത് നല്ലൊരു ചെറുക്കനാണെന്നറിയാമോ സാറേ? ഞങ്ങൾ എന്നും ഞങ്ങൾ എത്ര പേരാ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെന്നറിയാമോ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഒരു കടുകുമണി തെറ്റ് പോലും അവന്റെ കയ്യിലില്ല. നമുക്ക് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ സാറേ, ഇല്ലേ? അതാ കടലിളകി വന്നാലും കേറ്റത്തില്ലെന്നുള്ള ആ വാക്ക് കേട്ടോ, അത് തന്നെ അതിനകത്ത് സത്യമുണ്ട്. എന്ത് കണ്ടോണ്ടാ? സാറ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, സതീശൻ സാറ് മുഖ്യമന്ത്രി. ഇവനൊക്കെ കയറിയാല് സാറിന് മുഖ്യമന്ത്രി പദവി കിട്ടുകയുള്ളൂ, അതറിയാമോ? അല്ലെ കിട്ടത്തില്ല. ഈ പാർട്ടി തോറ്റുപോയാൽ എങ്ങനെ കിട്ടും സാറേ? എങ്ങനെ കിട്ടും? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇത് വലിയൊരു ചതിവാ. നാട് മൊത്തം ഇളകി നിൽക്കുക. എല്ലാരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ അത് പറയുന്നത്. അല്ലാത്തവരെല്ലാം എന്ത് പേര് അവരോട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഈ കൊച്ചുങ്ങൾ കയറിയപ്പം മുതല് രാഹുലിനെയൊക്കെ എല്ലാവർക്കും ജീവന്റെ ജീവനാവന്. അവൻ കൊച്ചൊരു പയ്യനല്ലേ? അവൻ നാടിന് വേണ്ടി അവന്റെ പുറം കണ്ടോ? അടിച്ചു പൊളിച്ചില്ലേ സാറേ? അവനെല്ലാവർക്കും വേണ്ടി ത്യാഗം അനുഭവിച്ചാ കൊച്ച. ഞാനും ഒരമ്മയാ സാറേ, അതുകൊണ്ടാണ് എനിക്ക് അത്രയും വേദന വന്നത്. എനിക്ക് അതിന്റെ ആ തള്ള എന്ത് വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? എന്റെ പേര് സാറാമ്മയെന്നാ. UK-യിൽ ഞാൻ താമസിക്കുന്ന ബാസിലങ്ങളാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സുനിലെ. നമ്മുടെ കേരളം നശിക്കുക. ഇതൊക്കെ ഡിപ്ലോമാറ്റിക് രാഷ്ട്രീയമാണ്. ചില കുടുംബ ജീവിതങ്ങളിലും ചില ഭർത്താക്കന്മാർ ഇങ്ങനെയുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്ന പോലെ തന്നെ ചില കുടുംബ ജീവിതങ്ങളിലുണ്ട്. ഇവരെല്ലാം ആ കുടുംബത്തെ നശിപ്പിക്കുന്നവരുണ്ട്, രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നുണ്ട്, ദേശത്തെ നശിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഈ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യനെ ഞാനൊരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ അറിയുകയോ ഞാനൊരു സഹായത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ജനങ്ങളുടെ കരച്ചിൽ കണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്. കാരണം കേരളത്തിൽ ദൈവതുല്യനായ ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മുടെ എല്ലാം ഭാവിക്ക് അത് ഉപകരിക്കുമായിരുന്നു, നമ്മുടെ മക്കൾക്കത് ഗുണം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഭരണ കസേരയിൽ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം ഒരു വിദേശ ദേശം പോലെ കേരളം ആകുമായിരുന്നു. ഇന്ത്യയിലെ 1ാമത്തെ സ്റ്റേറ്റ് ആകുമായിരുന്നു. ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾക്ക് മറു രാജ്യങ്ങളെ അന്വേഷിച്ച് പോകേണ്ടി വരില്ലായിരുന്നു. ഒരു ഗവൺമെന്റ് സർവീസ് കിട്ടാൻ അനേകം പദ്ധതികൾ അദ്ദേഹം നിസ്വാർത്ഥമായി കൊണ്ടുവരുമായിരുന്നു. കൈക്കൂലി മേടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അപ്പോൾ ഈ ഒത്തിരി കാര്യങ്ങൾ ഈ കേരളത്തിന്റെ ഭാവിക്ക് കഴുത്ത് വെച്ച് പിണറായി ചെയ്തത്. പിണറായിയുടെ കൊലപാതക രാഷ്ട്രീയം, സിദ്ധാർത്ഥനെ കൊന്നു, അഭിമന്യുവിനെ കൊന്നു, കെവിനെ കൊന്നു, ഇതിനൊക്കെ വല്ല രീതി ഉണ്ടായിട്ടുണ്ടോ? വല്ല തീരുമാനം ആയിട്ടുണ്ടോ? ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ
എന്തിനാണ് കോളേജുകളിൽ രാഷ്ട്രീയങ്ങൾ? കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോണതല്ലേ. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലല്ലേ കൊണ്ടുപോകണ്ടേ. ഈ PP ദീപയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ആ നല്ല മനുഷ്യനെ കൊന്നില്ലേ, പിണറായി കൊന്നില്ലേ? അന്ന് PP ദീപയെ നല്ല സുന്ദരിയായി സുമുഖമായിട്ട് ഇരിക്കുകയല്ലേ ചെയ്യണത്. ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീകൾ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവരെ കടപഴിക്ക് എടുത്ത് കളയേണ്ടതല്ലേ. കേരളത്തിലെ ജനം എന്ത് കണ്ടുകൊണ്ടിരിക്കുക? കേരളത്തിന്റെ നാശം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്ക് എങ്ങോട്ട് പോകും? സ്വന്തം അമ്മമാരും അപ്പന്മാരും മക്കളില്ലാതെ ഇപ്പോൾ അവിടെ കിടക്കുക. ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആളില്ലാതെ. കുറച്ച് പേരെങ്കിലും നാട്ടിലുണ്ടോ? കേരളം വളർന്നിട്ടുണ്ടോ? 10 പേർക്ക് ജോലി കൊടുക്കാൻ സഹായമുണ്ട്. ഇതിന് ഭരണത്തിൽ കയറുന്നതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ നീതിന്യായം വകുപ്പുകളില്ലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? ഇവർ കൊല്ലും നടത്താൻ മാത്രമല്ലേ മുകളിൽ കയറി ഇരിക്കുന്നത്. ഇവരൊരു അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ടോ കേരളത്തെ? ഒന്നും പറഞ്ഞേ. എന്റെ ചോദ്യത്തിന് സുനിലൊരു ഉത്തരം ഈ ചേച്ചി പറയുന്നത് തെറ്റാണെന്നൊന്ന് പറഞ്ഞേ. കൊല്ലും കൊലയും നടത്തിയിട്ട് നീതിന്യായം അത് നടത്താൻ കോടതിയുണ്ട്. അതിന് മാത്രമാണോ മുകളിൽ കയറി ഇരിക്കുന്നത്? എത്ര കൊലപാതകങ്ങൾ ഞാൻ എണ്ണി പറയാം പിണറായി ചെയ്തേക്കണത്. ഞാൻ എണ്ണി പറയാം. അത് രാഷ്ട്രീയ കൊലപാതകമല്ലേ. PP രമയുടെ കാര്യം പറയിക്കേണ്ടി വരുന്നത് എന്തിനാണ് അവനെ അത്രയും വെട്ടി ഇതാണോ ഒരു രാഷ്ട്രീയം? ഇതാണോ ഒരു ഭരണസ്ഥലത്തിരിക്കേണ്ട രാജാവ് ചെയ്യേണ്ടത്? 100 വണ്ടിയുടെ അകമ്പടിയോടെ നോക്കാൻ കേരളത്തിൽ കുടിലില്ലാത്തവർ എത്ര പേരുണ്ട്? എന്താ പിണറായി മുകളിൽ കയറി ഇരുന്ന് ചെയ്യണത്? എന്നിട്ട് നല്ലവർ കയറി വന്നാൽ അവൻ ഈങ്കുലാൻ വിളിക്കുക. കുറച്ച് പുറകെ നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, അവർക്കും കൊടുക്കും അരിയും കടലും. എന്നിട്ട് അവരെയും രാഷ്ട്രീയം വിളിപ്പിക്കും. അവർക്കും കൊടുക്കും ഒരു കവറും പൈസ. അവരെയും വിളിക്കും ആങ്കുലാം CPM. ഇതാണോ ഇതാണോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം? ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ കാറൽ മാർക്സ് പഠിപ്പിച്ച കമ്മ്യൂണിസം? പിണറായി എന്നോടൊന്ന് പറയട്ടെ, കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസം ഇതാണോന്ന്? കൊന്നിട്ടുണ്ടോ അയാള്? എനിക്കിതിൽ ഭയങ്കര സങ്കടമുണ്ട് സുനിലെ. ഇത്രയും എനിക്ക് ഇത്രയും സമയം തന്നില്ല. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ നെഞ്ച് പെടയുന്നുണ്ട്. കേരളത്തിൽ ഒരു ജോബ് സാധ്യതകളില്ല. ഈ വിദേശ രാജ്യത്തു നിന്ന് വരുന്ന നേഴ്സുമാരുടെ പണമാണ് കേരളം വളർന്നത്. എന്നിട്ടും അതിനെ വളർത്താൻ ആർക്കും കഴിഞ്ഞില്ല. എന്നിട്ട് കേരളത്തെ വളർത്തിയെടുക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിഞ്ഞില്ല. ഒരു ഭരണാധികാരി വളർന്നു വന്നു, ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് ആ നീതിമാനായ മനുഷ്യനെ അയക്കും പെമ്മക്കളുള്ളതല്ലേ. അപ്പൊ ഞാനൊരുത്തരും അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ വലിയ ഹെഡ് ഓഫ് ദ ഡോക്ടേഴ്സ് എൻ്റെ തലവന്മാരുടെ മുമ്പിൽ പോയി ഞാൻ അങ്ങനെ സംസാരിക്കണം. ചെവി പോയി പറയേണ്ട കാര്യങ്ങൾ അവരോട് ചെവി പറയും. അവർ കാണുന്ന ഒരു മക്കളെ പോലെയാ. അല്ലാതെ സരിതയ്ക്ക് വേറൊരു സ്ഥാനം ഉണ്ടായിട്ടല്ല സരിത ചെവി പോയി പറഞ്ഞത്. സരിത ചെവി പറഞ്ഞെന്ന് പറഞ്ഞാണ് അവർ മുന്നിൽ നിർത്തിയത്. എന്നിട്ട് അത് വീഡിയോ കൂടെ കാണിക്കാം. ഓ സരിത ഞങ്ങൾ ചെവിച്ചെന്ന് പറഞ്ഞെന്ന്. സരിതയ്ക്ക് ചെവി പറയേണ്ട കാര്യം ചെവി പറയാൻ പാടില്ല. അയാൾ ഒരു അപ്പനല്ലേ? ഭരണാധികാരത്തിരിക്കുന്ന ഒരു അപ്പനല്ലേ? അത് ആ ബഹുമാനം ഇല്ലേ? മകളെന്നുള്ള സ്നേഹമില്ലേ? രാജ്യം ഭരിക്കുന്നവൻ അങ്ങനെയാ. മക്കളെ പോലെ നമ്മളെ കരുതേണ്ടത്. കൊല്ലുവല്ല ചെയ്യേണ്ടത്, കൊന്നൊടുക്കുമല്ല. അവൻ നമ്മുടെ അപ്പനാ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സുനില. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പലപ്പോഴും എനിക്ക് സുനിലിനെ വിളിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. വീട്ടിൽ കള്ളം കയറിയിട്ട് പോലും ഒരു കംപ്ലൈന്റ് കൊടുക്കാത്ത ശ്രീ ഉമ്മൻചാണ്ടി പറയാം മറ്റേ പോലീസുകാർ വെറുതെ പിടിച്ചോണ്ട് ഇരിക്കുന്നു. ആ ഉമ്മൻചാണ്ടിനെ ആ നിലയിൽ എത്തിച്ച് എത്രമാത്രം വേദനയോടെ ആയിരിക്കും ക്യാൻസർ വന്നത് ഒന്ന് ഓർത്ത് നോക്കേ. എത്രമാത്രം. എന്നിട്ട് അവനൊരു കുറ്റബോധം ഉണ്ടോ? അതേ കണി ഒരുക്കിയവരാണ് ഇന്നും ഈ ചെറുപ്പക്കാരനെതിരെ കണി ഒരുക്കിയത് നമ്മൾ ഓർക്കണം. അവൻ അവിടെ ശവം കാണാൻ വന്നിട്ട് അവൻ കാണിച്ചു തന്നെ അവനൊരു കുറ്റബോധം ഉണ്ടോ? അവൻ ഇത്ര എൻ്റെ കയ്യിൽ അവനെ കിട്ടുവാണെങ്കിൽ ഞാൻ തല്ലിക്കൊന്ന് കൊള്ളക്കളയും. അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അയാളോടുണ്ട്. കാരണം എനിക്കൊരാളെ തല്ലിക്കൊല്ലാനുള്ള കഴിവോ അല്ലെങ്കിൽ ഉള്ള ശക്തിയോ അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ടില്ല. പക്ഷെ അയാളൊക്കെ തല്ലിക്കൊന്ന് ജയിലിൽ പോയിരിക്കുവാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന് ഒരു മാറ്റം വരും. ഈ അനേകായിരം ഈ 3 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്താലും ദൈവസന്നിധിയിൽ ഒരു പാപമാവത്തില്ല. സുനിൽ ഏത് ജാതിയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ബൈബിളിൽ യുജിത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ഇസ്രായേലിന്റെ നാശം വന്നപ്പം അവള് ആ രാജാവിനെ നെർപ്പോളസിനെ പോയി വെട്ടിക്കൊന്നു. അത് അവൾക്ക് പാവമായിട്ട് മാറിയില്ല. അവളുടെ രാജ്യത്തിന്റെ യെറൂശലേമിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ ചെയ്തതാ യുജിത്ത്. അവന്റെ പേരെന്നാ ധർമ്മോളസോ എന്നാ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതൊരു രക്ഷയാ. അവിടെ ഒരു ശാപം വരുന്നില്ല. ഇവനെ എങ്ങനെ മാറ്റണം? രാഹുൽ മാൻകൂട്ടം നിയമസഭയിൽ പോകണം. ഈ കൊച്ചു പിള്ളേരെല്ലാം കുഴൽനാട്. എന്റെ സഹോദരനും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചാ. അയ്യോ ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞു, എനിക്ക് പേടിയാ. ഭയങ്കരമായിട്ട് അവന്റെ സ്കൂൾ ജീവിതം മുതൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചാ. എനിക്ക് എന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ്സാ. പക്ഷെ ഈ കോൺഗ്രസ് ഈ കൂട്ടിക്കുത്തുന്നതുകൊണ്ട് അകത്ത് കിടന്നുകൊണ്ട് വിരകും അങ്ങോട്ട്. അതിലുള്ള എല്ലാ വില്ലന്മാരെയും ഈ പ്രായാധിക്യമായ എല്ലാ വില്ലന്മാരെയും എടുത്ത് പള്ളേ കളഞ്ഞിട്ട് 60 വയസ്സിന് താഴെയുള്ളവരെ 55 വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ ഈ കോൺഗ്രസിന്റെ ഭരണഘടനയിലാക്കാവുള്ളൂ. ബാക്കി എല്ലാം ചവിട്ടുപറ്റിയിലിടണം. കള്ളും കുടിച്ച് കൂട്ടും കൂടി തെമ്മാടിത്തരം കാണിച്ച് നടക്കുക. ന്യായമില്ല, നീതിയില്ല, അറിവില്ല.
ഏത് തന്നെ രാജാവാകാം, മന്ത്രിയാകാം, വേറെ അറിവും വേണ്ട. പക്ഷെ ഈ അറിവുള്ള പിള്ളേര്, ഈ ഡിഗ്രി ഉള്ള പിള്ളേര്, ക്വാളിഫിക്കേഷൻ, LLB, വിശാലമായി ചിന്തിക്കാനുള്ള കഴിവുകൾ, തൻ്റെ ഒരു വേദനയാണ് മറ്റവന്റെ വേദനയെന്ന് കരുതാനുള്ളവര്, അവരെ വേണം ഈ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പൊക്കിയെടുക്കാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.